ഗൈസ് നമ്മളൊരു ചെറിയൊരു വീഡിയോ ചെയ്യാൻ പോകുന്നതാണ്. അതായത് ഇവന്റെ ഇഷ്ടമുള്ള സാധനങ്ങൾ, അതായത് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ്, പിന്നെ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്, കളറ്, ഭക്ഷണം, ഇത് മൂന്നും ഇവൻ ഒരു നോട്ടിൽ എഴുതും, അതായത് റഫ് നോട്ടിൽ എഴുതും. അത് ഞാൻ പറയും. ഈ 3 കാര്യങ്ങളാണ്. എന്നെ കാണിക്കാൻ പാടില്ല. അവൻ നമുക്ക് അമ്മമാർക്ക് എത്രത്തോളം ഇവര് സ്നേഹിക്കുന്നുണ്ടെന്ന് നോക്കാം. ഞാൻ ഇവനോട് നേരത്തെ പോയി പറഞ്ഞ സമയത്ത് ഇവൻ എന്താ ചെയ്യാ, പിന്നെ ഞാൻ പറയുന്നത് കൊണ്ട് അതിൽ നോ ആക്കിയിട്ടാ പറയുന്നത്. നമുക്ക് നോക്കാം ഇവന് ഇഷ്ടപ്പെട്ട ഫുഡ്, കളറ്, ഫ്രൂട്ട്. ഓക്കെ ഗൈസ്, എഴുതിക്കോ. കുറച്ച് ടൈം എടുക്കുമോ എന്നാ വേഗം. ഗൈസ്, ഞാൻ ഓനോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓന്റെ മനസ്സിൽ വെജിറ്റബിൾ വേണ്ട. ഓക്കെ, ഓന്റെ മനസ്സിലുള്ള ഞാൻ പറഞ്ഞുതരാം. ഓൻ എഴുതുന്നത് ഫ്രൂട്ട് മാംഗോ ആയിരിക്കും. രണ്ടാമത് ബിരിയാണിയാണ്. ഓന് കൂടുതലായിട്ട് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. ബിരിയാണിയാണ് നമ്മളധികം ഉണ്ടാക്കുന്നത്, ബിരിയാണിയാണ്. പിന്നെ കളറ് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. ഒന്നിക്ക് വെള്ളയായിരിക്കും പറയാ, ഇല്ലെങ്കിൽ പിന്നെ ബ്ലാക്ക്, ഏതെങ്കിലും ഒന്നായിരിക്കും. പിന്നെ നമ്മളധികം ഞാൻ ചൂസ് ചെയ്യുന്നത് റെഡാണ്. കാരണം എനിക്ക് റെഡ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം, ബനിയനും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട്. അപ്പം എന്താണെന്നറിയില്ല. ഇപ്പോൾ വെജിറ്റബിളും കൂടി എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആവുമ്പോൾ വെജിറ്റബിൾ എനിക്ക് വലിയ ഐഡിയ ഇല്ല. ചിലപ്പോൾ അവൻ വെജിറ്റബിൾ എനിക്ക് ഒന്ന് ചോളം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുക്കുംബർ, അതാ എഴുതുമെന്ന് അറിയില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഗൈസ്, ഓൻ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓനോട് തന്നെ ചോദിക്കാം. നിനക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഏതാ? ഇല്ല, എനിക്കറിയില്ല, നീ പറ. മാംഗോ ആണോ? മാംഗോ പറ വേഗം. മാംഗോ. ഓക്കെ. ഇഷ്ടപ്പെട്ട ഫുഡ് ബിരിയാണി. ഇഷ്ടപ്പെട്ട കളറ് ഒന്നിക്ക് വൈറ്റ്, ഒന്നിക്ക് ബ്ലാക്ക്. കൺഫ്യൂഷനാ. വൈറ്റ്. ഗൈസ്, വെജിറ്റബിൾ കൺഫ്യൂഷനാണ്. എനിക്ക് ചോളം ഭയങ്കര ഇഷ്ടല്ലേ, കുക്കുംബർ ചോളം. ക്യാരറ്റ് നീ തിന്നലില്ലല്ലോ. ഗൈസ്, ഇത് ഉടായിപ്പാണ്. ക്യാരറ്റും കഴിക്കാറില്ല. കറി വെച്ചാൽ ഓക്കെ. അപ്പൊ നിങ്ങളെ വീട്ടിൽ ഇതുപോലത്തെ ഇതുണ്ടെങ്കിൽ, അപ്പൊ ഗൈസ് നിങ്ങളെ വീട്ടിലും കുട്ടികളുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, നിങ്ങളെ ഇതുപോലെ ഏതാ ഫുഡ് എങ്ങനെ ഇഷ്ടം. എത്ര മാർക്ക് വെച്ചാൽ 4ൽ 3, 1 മാർക്കിന്റെ വ്യത്യാസമേ ഇല്ല. നിങ്ങളെ ഓരോ അമ്മമാരും ഇതുപോലെ മക്കളെ മനസ്സിലാക്കിയാൽ നമുക്ക് നോക്കാലോ. നിങ്ങൾ ചലഞ്ച് ചെയ്യല്ലേ അമ്പടി. അപ്പൊ ഞാൻ ശരി ഉത്തരാണ്. ഇവൻ പറ്റിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ക്യാരറ്റ് കഴിക്കാത്ത ഒരു വ്യക്തിയാണ്. ഞാൻ സാമ്പാർ ഉണ്ടാക്കിയാൽ ക്യാരറ്റ് വറവാക്കിയാൽ ഇവനൊന്നും കഴിക്കില്ല. ഇവൻ ചോളം തിന്നും. പിന്നെ അതുപോലെ എനിക്ക് തോന്നുന്നു ഉരുളക്കിഴങ്ങിനെ കൊണ്ട് എന്തുണ്ടാക്കിയാലും തിന്നും. പക്ഷെ വേറൊന്നും ക്യാരറ്റ്